ഈ വർഷം ഒടുവിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ 3 മുന്നണികളും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തെ ചർച്ചകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇപ്പോൾ വാർഡ് വിഭജനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അന്തിമ പട്ടിക ഗ്രാമ വില്ലേജ് പഞ്ചായത്തുകളിൽ ഉള്ളതിൻ്റെ പുറത്ത് വന്നിരിക്കുന്നു. ഇനിയും ഏതാനും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും വാർഡ് പുനർനിർണയവും അതിൻ്റെ വോട്ടേഴ്സ് സിസ്റ്റം ഒക്കെയാണ് പുറത്തു വരാനായിട്ടുള്ളത്. അതിന് സാവകാശമുണ്ട് എങ്കിൽ തന്നെയും വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായി കഴിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഏകദേശ കണക്കനുസരിച്ച് ഏതാണ്ട് 14,000-ലധികം ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 30-നടുത്ത് മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളുടെ നമ്പറിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. എന്നാലും അതിനകത്ത് വാർഡുകളുടെ എണ്ണത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള വാർഡ് പുനർനിർണയം ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന വർധനവ് കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഒക്കെ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണമായി തിരുവനന്തപുരത്ത് കുറേ വർഷങ്ങളായി 100 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. എന്നാൽ ഒടുവിൽ കേൾക്കുന്ന വാർത്തയനുസരിച്ച് 101 വാർഡുകൾ തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. 1 വാർഡിന്റെ വർധന ഉണ്ടാകാൻ പോകുന്നു. അതിന്റെ അതിർത്തി നിർണയവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം ഇതിന്റെ അന്തിമ പട്ടിക പുറത്തു വരും. ഈ വാർഡ് പുനർനിർണയത്തെ സംബന്ധിച്ച് തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിലും BJPയുടെ ഇടയിലുമൊക്കെ പല അഭിപ്രായ ഭിന്നതകളുണ്ട്. ഇത് ബോധപൂർവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രയോജനം ഉണ്ടാകത്തക്ക രീതിയിലാണ് ഈ വാർഡ് വിഭജനം നടക്കുന്നതെന്ന ആക്ഷേപം പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരിക്കൽ ഇത് അന്തിമമായി ഇതിന്റെ പട്ടിക പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് അതിന്മേൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാങ്കേതികമായും നിയമപരമായും ശരിയല്ല. അപ്പോൾ ഇവിടെ ഇനിയും ഈ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനമായ ഉന്നം എന്ന് പറയുന്നത് ഇതിൽ മേൽക്കൈ നേടുക എന്നതാണ്. ഇപ്പോൾ BJP ഒരു പുതിയ മുഖഛായയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഒരുങ്ങുന്നത്. കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അധ്യക്ഷ സ്ഥാനത്ത് ഒരു പുതിയ ആൾ ശ്രീ സണ്ണി ജോസഫ് വന്നതിന്റെ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിൽ ഭരണത്തിലിരിക്കുന്ന കക്ഷി എന്ന രീതിയിലുള്ള ചില നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള ചില ഭരണ വിരുദ്ധ വികാരത്തെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ പലതരത്തിൽ സ്വാധീനിക്കുന്നതും ആ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിന്റെ ചില സൂചകങ്ങൾ നൽകുന്നതുമാണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നിടത്തോളം BJP അരയും തലയും മുറുക്കി വലിയ ശക്തി ഇവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ഉന്നയിക്കുന്നത് കേരളത്തിൽ BJP ഒരു നിർണായകമായ ശക്തിയാണ് എന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അവർക്ക് ഒരുപക്ഷെ ഭരിക്കാൻ കേരളത്തിൽ ഒരുപാട് വർഷങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിയമസഭയിലെ അവരുടെ സാന്നിധ്യം 1 എന്നുള്ളത് 2 ആക്കാനും 2 എന്നുള്ളത് 3 ആക്കാനും കഴിഞ്ഞാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമായിരിക്കും എന്ന കണക്കുകൂട്ടലുകളാണ് അവരെ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സജീവമാക്കിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയമായ വിലയിരുത്തൽ. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൗതുകകരമായ ഒരു പ്രഖ്യാപനം
BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശ്രീ രാജീവ് ചന്ദ്രശേഖരനുണ്ടായത് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യാതൊരു കാരണവശാലും നടക്കേണ്ടിയിരുന്നതൊന്നുമല്ല. അത് വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് വളരെ കാര്യമായ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞങ്ങൾ ലക്ഷ്യമിടുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ആ പാർട്ടിക്കുണ്ടാക്കുന്ന മറ്റ് ചില അസ്വസ്ഥതകളും നമ്മൾ കാണാതെ പോകരുത്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഇല്ലാതെ പോവുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അവർക്കേറെ ദോഷം ഉണ്ടാക്കുന്നതാണ്. വളരെയേറെ വിമർശനത്തിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടാക്കുന്നത് കൂടിയാണ്. അത് അവരുടെ കാര്യം, അത് അവർ തീരുമാനിക്കട്ടെ. എന്തായാലും BJP ഈ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവർ താഴെ തട്ടിൽ തന്നെ അതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്നതായിട്ടുള്ള വാർത്തകൾ. ബൂത്ത് അടിസ്ഥാനത്തിലാകട്ടെ, പഞ്ചായത്ത് അടിസ്ഥാനത്തിലാകട്ടെ, ജില്ലാ അടിസ്ഥാനത്തിലാകട്ടെ, അവരുടെ താഴെ തട്ടിലുള്ള എല്ലാ പ്രവർത്തകരെയും സജീവമാക്കുന്നതിനുള്ള നടപടികളാണ് അവരിപ്പോൾ എടുത്തു തുടങ്ങിയിരിക്കുന്നത്. വളരെ വൈകിയാണെങ്കിലും ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് RSS അതിന്റെ മേൽനോട്ടം വഹിക്കാനായി തയ്യാറെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. RSS BJPയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. RSS ആണ് BJP, BJP ആണ് RSS എന്ന് പറഞ്ഞാൽ ആ സമവാക്യം ഒട്ടും അധികപ്പറ്റാവുകയില്ല. അപ്പോൾ RSSനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത, അവർക്ക് എല്ലാ ഗ്രാമാന്തരങ്ങളിലും അവരുടേതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം BJPയിൽ അംഗങ്ങളാണ്, അല്ലെങ്കിൽ BJP അനുഭാവികളാണ്, BJP പ്രവർത്തകരാണ് എന്നുള്ളതും പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ RSS ഈ കാര്യത്തിൽ രംഗത്ത് വന്നാൽ അത് BJPക്ക് ഇരട്ടി ഊർജം നൽകുന്നതായിരിക്കും എന്ന കണക്കുകൂട്ടൽ ഒട്ടും അസ്ഥാനത്തല്ല. അവരിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് 2 കോർപ്പറേഷനെങ്കിലും അവർ പിടിച്ചെടുക്കും. 1 തിരുവനന്തപുരം, 2 തൃശ്ശൂർ. അതുപോലെ തന്നെ 2 കോർപ്പറേഷനുകളിൽ അവർ കുറഞ്ഞ പക്ഷം 2ാം സ്ഥാനത്തെങ്കിലും എത്തും. അത് കൊല്ലവും ആലപ്പുഴയും. അപ്പോൾ ഈ തരത്തിലുള്ള ചില കണക്കുകൂട്ടലുകളുമായി ഇപ്പോൾ തന്നെ BJP ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരവും അതുപോലെ തൃശ്ശൂരും അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിൽ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന കാരണം, തൃശ്ശൂരിൽ നിന്നാണ് കേരളത്തിൽ അവർക്കുള്ള ഏക MP തെരഞ്ഞെടുക്കപ്പെട്ടത്, ശ്രീമാൻ സുരേഷ് ഗോപി. അപ്പോൾ ശ്രീമാൻ സുരേഷ് ഗോപിയുടേതായിട്ടുള്ള വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന്റെ താരമൂല്യവും ഒക്കെ ഉപയോഗിച്ച് തൃശ്ശൂരിൽ ഒരു അട്ടിമറി ഉണ്ടാക്കി തൃശ്ശൂരെ കോർപ്പറേഷൻ മേയർ സ്ഥാനം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടി ആർജിക്കാം എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത, ഇപ്പോൾ അവർ തന്നെ നിലവിലിരിക്കുന്ന കോർപ്പറേഷനിൽ 2ാം സ്ഥാനക്കാരാണ്. കോൺഗ്രസിനെ പോലും 3ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ അവർ 2ാം കക്ഷിയായി, അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെയും ചില പ്രതീക്ഷകളുണ്ട്. മാത്രവുമല്ല, തലസ്ഥാന നഗരം എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരവും തൃശ്ശൂരും അവർ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1-2 കോർപ്പറേഷനുകളിൽ 2ാം സ്ഥാനത്തെത്താനായിട്ടുള്ള ശ്രമം അവർ നടത്തും. മുനിസിപ്പാലിറ്റികളിൽ തീർച്ചയായിട്ടും അവർ ഒരു 10-30 മുനിസിപ്പാലിറ്റികളെങ്കിലും പിടിച്ചെടുക്കാൻ അവർ അക്കമിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളിലും നിർണായകമായ രീതിയിൽ അവർ സ്വാധീനം ചെലുത്തി. ഗ്രാമ, താലൂക്ക്, ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെടുന്നതിനായി സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും. ആ തരത്തിലൊക്കെയുള്ള വലിയ ആസൂത്രണമാണ് പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമാണ്. അദ്ദേഹം ചുമതല ഏറ്റുകഴിഞ്ഞാൽ, എവിടെയെങ്കിലും കുറെ നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും കുറെ കൂടെ ഭദ്രമായിരിക്കും എന്ന ഒരു കണക്കുകൂട്ടലുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഞാണിന്മേൽ കളിയാണ് നടത്തുന്നത്. എവിടെയെങ്കിലും പാളിച്ച ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇവിടെ സ്ഥാപിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ ചുമതല
അദ്ദേഹത്തിന് കൊടുത്തതുകൊണ്ട് പാർട്ടിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പൂർണ്ണ സമയം കേരളത്തിൽ തന്നെ ചിലവഴിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം കൊടുക്കുകയാണ്. ആ കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് കൈത്താങ്ങായി RSS രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ RSSന്റെ രംഗപ്രവേശം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം പ്രകടമായി ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അവിടെ അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും സൂചനകൾ അവർക്ക് ലഭിച്ചാൽ സ്വാഭാവികമായി ആ സമവാക്യം RSSനെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ പയറ്റും എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ശക്തിയേറിയ ഒരു സെമി ഫൈനൽസ് പോരാട്ടമാണ്. ഫൈനൽസ് നടക്കുന്നത് 2026 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. അതിലേക്ക് മുന്നമിട്ടുകൊണ്ടാണ് ഇപ്പോൾ BJP സകല പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് RSS രംഗത്ത് പ്രവേശിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയുടെ തുടക്കം ആയിരിക്കും എന്ന് വേണം കണക്ക് കൂട്ടാൻ.